സോ ബിഗ് ബോസിന്റെ ഇപ്പോഴത്തെ ഒരു ശ്രദ്ധ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ഫൈവിലേക്ക് എത്തുന്ന കണ്ടസ്റ്റൻസിന് മാക്സിമം ടൈറ്റ് ആക്കാനും പോളിംഗിൽ അല്ലെങ്കിൽ വോട്ടിങ്ങിൽ ടൈറ്റ് ആക്കാനും വിന്നറെ ആരാണ് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത വിധം ആക്കുക എന്നത് തന്നെയാണ് ബിഗ് ബോസിന്റെ ഇപ്പോഴത്തെ അല്ലെങ്കിൽ നിലവിലത്തെ തന്ത്രം അല്ലെങ്കിൽ എല്ലാ സീസണുകളിലും കണ്ടുവരുന്ന ഒരു കലാപരിപാടി തന്നെയാണ്. 60-70 ദിവസം കഴിഞ്ഞാൽ ബിഗ് ബോസ് പല കണ്ടസ്റ്റൻസിനെയും നെഗറ്റീവ് ആക്കാനും അതുപോലെ തന്നെ പല കണ്ടസ്റ്റൻസിനെയും ബൂസ്റ്റ് ചെയ്ത് മുന്നിലേക്ക് കയറ്റിക്കൊണ്ട് വരാനുമുള്ള ശ്രമങ്ങൾ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും ഉണ്ടാകും. ബിഗ് ബോസ് മലയാളം സീസൺ 7ലും അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഈ ഒരു ആഴ്ച നോക്കിക്കഴിഞ്ഞാൽ ബിഗ് ബോസിനെ പ്രോപ്പറായിട്ട് കാണുന്നവർക്കും അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ തരികിട പരിപാടിയൊക്കെ അറിയാവുന്ന പ്രേക്ഷകർക്കും ഇത് കണ്ടാലും പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാക്കാമെന്ന് ഞാൻ കരുതുന്നു. എനിവേസ് ഈ ഒരു ആഴ്ചയായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആര്യൻ ഒരു ബൂസ്റ്റ് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആര്യൻ ഒരു രണ്ടാമത്തെ ആഴ്ച മൂന്നാമത്തെ ആഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് ഈ ഒരു സീസണിൽ ഏറ്റവും വേസ്റ്റ് കണ്ടസ്റ്റന്റ് ആയിട്ട് മാറുകയും പ്രേക്ഷകർക്കെല്ലാം ഒരു താല്പര്യവുമില്ലാതെ എല്ലാ ആഴ്ചയും ആര്യൻ പുറത്തു പോകണമെന്ന് എന്താ പറയുന്ന മുറവിളി കൂട്ടിക്കൊണ്ടിരുന്ന പ്രേക്ഷകർ തന്നെയാണ് പുറത്തുണ്ടായിരുന്നത്. എന്നാൽ നമ്മുടെ പ്രേക്ഷകരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം മലയാളി പ്രേക്ഷകരും വിട്ടികളാണ് എന്നുള്ളതാണ്. ബിഗ് ബോസിന്റെ ഈ ഒരു തരികിട പരിപാടികൾ ഒന്നും ഓർക്കാതെ ഒരു 50-60 ദിവസം വരെ ഇവര് പല കണ്ടസ്റ്റൻസിനെയും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കും. എന്നിട്ട് പ്രേക്ഷകരെല്ലാം ഇതില് ഇൻവോൾവ് ആയിട്ട് അഡിക്റ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ബിഗ് ബോസ് നൈസ് ആയിട്ട് ഗെയിമിനെ ടെസ്റ്റ് ചെയ്യിപ്പിക്കും. ഇവര് പോലും അറിയാതെ ഇവരുടെ മനസ്സിലേക്ക് ഇവര് തന്നെ പൊക്കിക്കൊണ്ടുവന്ന കണ്ടസ്റ്റൻസിനെ നെഗറ്റീവ് ആക്കുകയും നെഗറ്റീവായി കിടക്കുന്ന കണ്ടസ്റ്റൻസിനെ പയ്യെ നൈസായിട്ട് പോസിറ്റീവ് ആക്കി എടുക്കുകയും ചെയ്യും. അത് ഇവര് മനസ്സിലാക്കുന്നില്ല. അത് ബിഗ് ബോസിന്റെ തന്ത്രമാണ്. ബിഗ് ബോസ് അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കലാപരിപാടിയാണ്. ബിഗ് ബോസിന് ഒരിക്കലും ഇന്ന കണ്ടസ്റ്റൻസിനെ സേവ് ചെയ്യണം, അവർക്കൊരു കുറച്ച് ഫേവറേറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അൾട്ടിമേറ്റ്ലി ഇവർക്ക് ഇവരുടെ ഷോ വിജയിക്കുക എന്നത് തന്നെയാണ്. അതുപോലെ തന്നെ ഒരു പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള വിന്നർ ഇല്ലാതിരിക്കുക തന്നെയാണ് ഇവർക്ക് എപ്പോഴും ഇവരുടെ ഷോയുടെ ഒരു ത്രില്ലിംഗ് അല്ലെങ്കിൽ സസ്പെൻസ് നിലനിർത്താൻ സാധിക്കത്തുള്ളൂ. സോ സീസൺ 1 കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു വിന്നിംഗ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു ഫിനാലയിൽ അത്രയ്ക്ക് ത്രില്ലടിപ്പിച്ച ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. എല്ലാ വിന്നറും തന്നെ ഒരു പരിധി വരെ നമുക്ക് അല്ലെങ്കിൽ 100% നമുക്ക് പ്രെഡിക്റ്റബിൾ ആയിരുന്നു. സീസൺ 1 സാബുമോൻ അതുപോലെ തന്നെ പേളി ഫിനാലെ വീക്കിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആര് ജയിക്കുമെന്നറിയാൻ വളരെ ആകാംക്ഷയോടെ തന്നെയാണ് പ്രേക്ഷകരെല്ലാം കാത്തിരുന്നത്. അതുപോലെ തന്നെ പോളിംഗിലൊക്കെ ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയാണ് നടന്നിരുന്നത്. അതുകൊണ്ട് ആർക്കും അറിയില്ല, ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും സാധിക്കുന്നില്ല. നല്ലൊരു ശതമാനവും പേളിയുടെ ഒരു ഫാൻ ബേസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ പേളി വിജയിക്കുമെന്ന് തന്നെയാണ് കരുതിയിരുന്നത്. എന്നാൽ സാബുവിനും അവിടെ ഒരു കട്ടയ്ക്ക് ഫാൻ സപ്പോർട്ട് ആ ഒരു സമയത്ത് വന്നിരുന്നു. പിന്നീടുള്ള ഒരു സീസണിലും ഈ പറയുന്നത് പോലെ ഒരു അൺപ്രഡിക്റ്റബിൾ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. സീസൺ 2ഉം 3ഉം പിന്നെ പൊളിഞ്ഞുപോയി. നമ്മുടെ 3ൽ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ഒരു വിന്നറാണ് ഉണ്ടായത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ നോക്കണ്ട. സീസൺ 4ൽ നമ്മുടെ റോബിൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ പുറത്താകുകയും റോബിന്റെ ഫാൻ സപ്പോർട്ടിൽ ദിൽഷ വിജയിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെയും നമ്മൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. 5ലേക്ക് വന്നു കഴിഞ്ഞപ്പം ഒരു എന്താ പറയുന്നത് ഒരു ശതമാനം പോലും സംശയമില്ലാതെ 100% അഖിൽമാരാർ തന്നെയായിരിക്കും വിജയിക്കാൻ പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ 6ലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പോലും ഇടയ്ക്ക് ബിഗ് ബോസിന്റെ ഒരു ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ നടത്തി മറ്റു പലരെയും മുന്നിൽ നിരയിലേക്ക് കയറ്റിക്കൊണ്ട് വരാൻ നോക്കിയെങ്കിൽ പോലും എന്താ പറയുന്നത് വലിയ കാര്യമായിട്ടുള്ള വോട്ട് ഡിഫറൻസ് ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ ജിൻഡോ തന്നെയായിരിക്കും വിജയിക്കാൻ പോകുന്നതെന്നൊക്കെ ഒരു പ്രെഡിക്റ്റബിൾ സംഭവങ്ങൾ തന്നെയായിരുന്നു കഴിഞ്ഞ സീസൺ വരെയും. സോ ഈ ഒരു സീസണിൽ ബിഗ് ബോസ് ശ്രമിക്കുന്നത് ബിഗ് ബോസിന്റെ പ്രേക്ഷകർക്ക് ഒരു ത്രില്ലിംഗ് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു വിന്നറെ കൊടുക്കാതെ ഇരിക്കാൻ തന്നെയാണ് ബിഗ് ബോസ് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് നിലവിൽ പ്രേക്ഷക സപ്പോർട്ടിൽ മുൻനിരയിൽ നിൽക്കുന്നത്. അതിനകത്ത് ഗെയിമുകളോ കാര്യങ്ങളോ ഒന്നും ഞാനിവിടെ ബന്ധപ്പെടുത്തുന്നില്ല. അനീഷ് അതുപോലെ തന്നെ ഷാനവാസ്, അനുമോള് അത്യാവശ്യം നല്ല രീതിയിൽ പ്രേക്ഷക സപ്പോർട്ടിൽ മുൻനിരയിലാണ് ഇവർ നിൽക്കുന്നത്. സോ ഇവരുടെ ആ ഒരു ഹൈപ്പിനെ ഒന്ന് നെഗറ്റീവ് ആക്കി കൊടുത്ത് ഇവരുടെ ഹൈപ്പ് കുറച്ച് നെഗറ്റീവായി കിടന്നിരുന്ന നമ്മുടെ അക്ബർ, ആര്യനെയൊക്കെ സൈഡിൽ കൂടെ ഇവർ കയറ്റിക്കൊണ്ട് വരികയാണ്. അക്ബറിനെ എന്ത് ചെയ്തിട്ട് ഇവർക്കൊന്ന് പുഷ് കൊടുക്കാൻ പറ്റുന്നില്ല. ഒരു പരിധി വരെയും അക്ബർ അങ്ങോട്ട് കയറി വരുന്നില്ല. എന്തെങ്കിലുമൊക്കെ രീതിയിൽ അക്ബറിന് കുറച്ച് ഗെയിമിലൊക്കെ ഫേവറേസം കാണിച്ചല്ലെങ്കിൽ അക്ബറിന് ഫേവറായിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പോലും അക്ബറിന്റെ സ്വഭാവം കൊണ്ട് അത് വീണ്ടും കുളവാക്കി പ്രേക്ഷകരുടെ വെറുപ്പ് നേടിയെടുക്കും. എന്നാൽ പോലും തീർത്തും മോശമല്ലാത്ത സപ്പോർട്ട് അക്ബറിന് കിട്ടുന്നുണ്ട്. അടുത്തത് നമ്മുടെ ആര്യനെയാണ്. ഇത്രയും ദിവസം വരെയും പ്രേക്ഷകർ വെറുത്തിരുന്ന ആര്യന് കുറച്ച് സപ്പോർട്ട് ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. അതിന്റെ
പിന്നണിയിൽ കളിച്ചത് മൊത്തവും ബിഗ് ബോസ് തന്നെയാണ്, അല്ലാതെ ആരുമല്ല. അത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു സംഭവമാണ്. ആ ജിസേലിന്റെ എവിക്ഷൻ തൊട്ട്, ആ ജിസേലിനെ എവിക്റ്റ് ആക്കിയത് മുതൽ, ജിസേൽ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരിനെ ഈ ഒരു രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ട് വരാൻ സാധിക്കത്തില്ല. അതിനുവേണ്ടി തന്നെയാണ് ഈ ഗെയിമിലേക്ക് ഒരു ടെസ്റ്റ് കൊണ്ടുവരാൻ തന്നെയാണ് ജിസേലിനെ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും ഒരു എവിഷനിലൂടെ പുറത്താക്കുകയും ആര്യനെ ആ ഒരു എന്താ പറയുന്നത് ലൂപ്പിനുള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് മറ്റൊരു രീതിയിൽ ആര്യന് ഹെൽപ്പ് കൊടുത്ത് നമ്മുടെ സീക്രട്ട് ടാസ്ക് മുതൽ നമുക്കറിയാവുന്ന ആ സീക്രട്ട് ടാസ്ക് ആര്യൻ എന്തുകൊണ്ട് ഏൽപ്പിച്ചു? പ്രേക്ഷകർക്ക് ചിന്തിച്ചു നോക്കിയാൽ മതി. മറ്റുള്ളവരെക്കാൾ കൂടുതൽ ആര്യനെ എന്തുകൊണ്ട് അതിനെ സെലക്ട് ചെയ്തു? ആ നമ്മുടെ അതിനു മുമ്പ് നടന്ന ആ ഒരു ഡാൻസ് മാരത്തോൺ ടാസ്കിൽ വിജയിക്കുകയും എന്നിട്ട് ആര്യനെ അതിന് ചൂസ് ചെയ്യുകയും ആ ഒരാഴ്ച മൊത്തം ആര്യന്റെ ഫേവറസ് ആയിരുന്നു. ആര്യൻ അത് വിജയിച്ചത് കൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാം ആര്യനൊരു എന്താ പറയുന്ന സപ്പോർട്ട്, ആര്യൻ ആ ജിസേല് പോയി കഴിഞ്ഞപ്പോൾ മുതൽ ആര്യൻ കയറി വരുന്നുണ്ട്. ആ ഒരു എന്താ പറയുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സൈഡിലേക്ക് നിൽക്കുമ്പോൾ ആര്യനെ വീണ്ടും ചൂസ് ചെയ്ത് ആര്യൻ ആ ഒരു ടാസ്കിൽ നല്ല രീതിയിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ആര്യന് ഹൈപ്പ് കൂടും. അത് തന്നെയാണ് ബിഗ് ബോസിന്റെ തന്ത്രം എന്ന് പറയുന്നത്. പ്രേക്ഷകരെന്ന് പറയുന്നത് എപ്പം വേണേലും എങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിലും ജമ്പ് ചെയ്യുന്ന ആൾക്കാരാണ് പ്രേക്ഷകരെന്ന് പറയുന്നത്. അവർക്ക് പ്രത്യേകിച്ച് വിവരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിൽ കുറെ പ്രേക്ഷകർക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കും. ആ പ്രേക്ഷകർ അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യും. അവരുടെ തീരുമാനങ്ങളിൽ അങ്ങനെ തന്നെ ഉറച്ചു തന്നെ നിൽക്കും. അവർ ഈ ബിഗ് ബോസിന്റെ തരികയുടെ പരിപാടികളിലൊന്നും വീഴാൻ പോകത്തില്ല. എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു സീക്രട്ട് ടാസ്ക് പോലും നമുക്കറിയാം, ആര്യൻ അവിടെ ഫെയിൽഡ് ആയി, ആ ടാസ്ക് ഫെയിൽഡ് ആയി എന്നുള്ള കാര്യം വിവരമുള്ള പ്രേക്ഷകർക്ക് കണ്ടു കഴിയുന്നവർക്ക് മനസ്സിലാക്കും. കാരണം ആര്യൻ അവിടെ കളിക്കാൻ ശ്രമിച്ചു, പല രീതിയിലുള്ള ഇത് വെച്ചു. നമുക്ക് ഷാനവാസിന്റെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷാനവാസിനെ ഒന്നും ആര്യന് കൺവിൻസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതൊരു സീക്രട്ട് ടാസ്ക് ആണ്, ഷാനവാസിന്റെ ടാസ്ക് അല്ല. ഞാനിപ്പോഴും പറയും അത് ഷാനവാസിന്റെ സൈഡിൽ ഒരു തെറ്റുമില്ല. ഷാനവാസിന് ആ ടാസ്ക് കളിക്കണോ വേണ്ടിയൊന്ന് ഷാനവാസിന്റെ മാത്രം തീരുമാനമാണ്. ആര്യന്റെ ഒരു സീക്രട്ട് ടാസ്കിൽ പോയി തലവെച്ച് കൊടുക്കേണ്ട കാര്യമൊന്നും ഷാനവാസിനെ സംബന്ധിച്ച് ഇല്ല. എനിവേസ് ഷാനവാസ് അത് എന്തും ആയിക്കൊള്ളട്ടെ, നമ്മുടെ ആര്യൻ കൺവിൻസ് ചെയ്യുക എന്നുള്ളത്, നമ്മുടെ ഷാനവാസിനെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതിൽ ആര്യൻ ഫെയിൽഡ് ആയി. അതും പോട്ടെ, അത് കഴിഞ്ഞ ആ ഒരു ടാസ്ക് ക്ലിയർ ചെയ്താൽ മാത്രമല്ലേ ആര്യൻ സക്സസ് ആകത്തുള്ളൂ. ഇവര് ആ ബിരിയാണി എടുത്തുകൊണ്ടെന്ന് വെച്ച് കഴിക്കുന്നത് എല്ലാവരും കണ്ടു. അതുപോലെ തന്നെ സാബു മോനെ പിടിക്കപ്പെട്ടു. സോ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന ടാസ്ക് ഫെയിൽഡ് ആയി. എന്നാൽ ബിഗ് ബോസ് നൈസിലി ആ ഒരു ടാസ്ക് ഫെയിൽഡ് ആയി എന്നും പറയാതെ ഇവർക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞ ആ ഒരു നൈസ് ആയിട്ട് ബിഗ് ബോസ് അവിടെ എസ്കേപ്പ് ആയി. സോ പ്രേക്ഷകർക്കുള്ളിൽ നിറയുന്നത് ആ ഒരു ടാസ്ക് വിജയിപ്പിച്ചു, ആര്യൻ ആ ഒരു നല്ല രീതിയിലുള്ള ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു, ആര്യൻ വീണ്ടും ഹീറോ എന്ന പരിവേഷം ആര്യന് കൊടുത്ത് സ്ലോലി അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നവർക്ക് ഇത് കുറച്ച് നെഗറ്റീവ് സംഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. സോഷ്യൽ മീഡിയയിൽ അത് ചർച്ചയാകും. സോഷ്യൽ മീഡിയയിൽ മറ്റ് ഓപ്പോസിറ്റ് ടീംസ് എല്ലാം ഈ ഒരു കണ്ടസ്റ്റന്റ്സിനെതിരെ തിരിയും, മറ്റ് കണ്ടസ്റ്റന്റ്സിനെതിരെ മറ്റ് പല രീതിയിൽ തിരിയും. സാബുമോനെ കയറ്റി വിട്ടിട്ട് അനീഷിന് കുറച്ച് നെഗറ്റീവ് കൊടുക്കാൻ വേണ്ടി അനീഷിനെതിരെ കുറച്ച് സംസാരങ്ങൾ നടത്തുന്നു. സോ ഇവർക്കെതിരെയെല്ലാം ഓപ്പോസിറ്റ് ഫാൻ ബേസ് ഉള്ളവരും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കളിക്കുന്ന PR ഏജൻസികളും എല്ലാം പോസ്റ്റുകളും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ചറപറ ഇറക്കും. ഇതിൽ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള പ്രേക്ഷകരും ചിന്തിക്കും, ശരിയാണല്ലോ ഇവർ പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവരല്ലേ ഈ ടാസ്ക് കുളവാക്കിയത്. ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ചർച്ചയാകും. കുറെ പ്രേക്ഷകർ ഇൻഫ്ലുവൻസ് ആയിട്ട് ഇവരുടെ വോട്ടും കാര്യങ്ങളും എല്ലാം മറിയും. ഇതാണ് ബിഗ് ബോസിന്റെ ടോട്ടൽ തന്ത്രം എന്ന് പറയുന്നത്. ആൾക്കാരെ പറ്റിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഗെയിമിൽ ട്വിസ്റ്റ് ഉണ്ടാക്കുക. ഇതൊക്കെയാണ് ബിഗ് ബോസ്. അത് മനസ്സിലാക്കി തന്നെ നമ്മൾ കാണണം. എനിവേസ് നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരാഴ്ച ആര്യന് നല്ല രീതിയിലുള്ള ബൂസ്റ്റ് കൊടുത്തത് ഇനി അങ്ങോട്ടും അങ്ങനെയായിരിക്കും. ഇനിയുള്ള വരുന്ന ആഴ്ചകളൊക്കെ ഫിനാലെ വീക്ക് വരെയും ഇത് തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്. ഇനി പല കണ്ടസ്റ്റൻസിനെയും ബിഗ് ബോസ് തന്നെ മനഃപൂർവ്വം സൈഡാക്കാനും അവരുടെ കണ്ടന്റുകൾ കുറയ്ക്കാനും അതുപോലെ ഫിനാലെ വോട്ടിങ്ങിലേക്ക് വന്നു കഴിയുമ്പോൾ മറ്റ് പല കണ്ടസ്റ്റൻസും കൂടെ ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുക്കാനും പ്രേക്ഷകരുടെ സപ്പോർട്ട് അവരിലേക്കും കൂടെ വരാനും ഈ വോട്ടിങ്ങിൽ പലർക്കും കുറവ് വന്ന് ടൈറ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ അവിടെ നടക്കാൻ വേണ്ടിയിട്ട് പലരെയും ഇവർ ബൂസ്റ്റ് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുവരും. അത് ഈ ഒരു ടോപ്പ് 10 ലിസ്റ്റിലേക്ക് വരുന്ന സമയത്ത് മാത്രമേ ഇവർക്ക് നടക്കത്തുള്ളൂ. അപ്പോഴായിരിക്കും കണ്ടസ്റ്റൻസ് കുറവുള്ളവരും അതിൽ നിന്ന് കുറച്ച് പേരെ കളഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ പ്രേക്ഷക സപ്പോർട്ട് ആർക്കായിരിക്കും വരാൻ പോകുന്നത്. ഇവർ കുറച്ച് പ്ലാനുകൾ നടത്തി കുറെ കണ്ടസ്റ്റൻസിനെ കയറ്റിക്കൊണ്ടുവരും. അതിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അതിന് ഇവർക്ക് ഫേവറബിൾ ആയിട്ട് അവർക്ക് വർക്കൗട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ പോകുന്നവരെ ഒന്ന് ഡാമേജ് വരുത്തി അവരുടെ ഇമേജിനും അവരുടെ ഗെയിം സ്ട്രാറ്റജികൾക്കും എല്ലാം ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് ഇവരെ കയറ്റിക്കൊണ്ടുവരും. സോ ഇതൊക്കെ ആയിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. ഫോക്കസ് ചെയ്തിരിക്കുന്നത് അക്ബറിനെയും അതുപോലെ തന്നെ ആര്യനെയുമാണ്. ആര്യനെയാണ് ഇപ്പോൾ നിലവിൽ ബിഗ് ബോസ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കയറ്റിക്കൊണ്ടുവരാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ പ്രേക്ഷകർക്ക് കണ്ടാൽ മനസ്സിലാകുമെന്ന് കരുതുന്നു. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ബിഗ് ബോസ് തന്ത്രങ്ങളിൽ പോയി വീഴാതെ നല്ല
രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് പോകുന്ന കണ്ടസ്റ്റൻസിനെ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇത്രയും ദിവസം അവിടെ നിന്ന കണ്ടസ്റ്റൻസിനെ ഒക്കെ വിജയിപ്പിക്കാൻ ശ്രമിക്കുക. ഇവരുടെ തന്ത്രങ്ങളിൽ വീണ് വോട്ട് മറിച്ച് ഇന്നവരെ പൊയ്ക്കോട്ടെ ഇന്നവരെ പോകട്ടെ എന്നൊക്കെ കരുതിയും പബ്ലിക് അല്ലെങ്കിൽ PR ഏജൻസിക്കാരുടെ അൺഒഫീഷ്യൽ പോളുകളൊക്കെ കണ്ട് വോട്ട് മറിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസ് പുറത്തേക്ക് തന്നെ പോകും. സോ ഇതിൽ ഒക്കെ കെയർഫുൾ ആയിട്ടിരിക്കുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.